സുരേഷേട്ടന് ക്ലീൻ ചെയ്യുന്ന ടൈമില് ആരാ വേറെ ആരുണ്ടോ? ശ്രീതു. ശ്രീതു ഉണ്ടോ? ഞാൻ പറഞ്ഞ അതൊക്കെ കുറ്റമല്ല പറഞ്ഞത്. മനസ്സിലായിട്ടില്ല, ഇവിടെ ക്ലീനിങ് ആണ്. ചെയ്തിട്ടുണ്ടോ? അല്ല, പറഞ്ഞ കാര്യം എന്താണ്? ഞാൻ ചേട്ടൻ എന്നോട് ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു, ഞാനത് മൊത്തം ചെയ്തു. ചേട്ടനും പറഞ്ഞു എന്താ ചെയ്തത്, ഇനി എന്താണ് ഞാൻ ചോദിച്ചില്ലേ. ഞാൻ പിന്നെ എന്നോട് അത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്ത്. അടുത്ത് ഞാൻ ചോദിച്ചു ഇനി എന്താ ചെയ്യേണ്ടത്. അല്ലല്ല ഞാൻ ചെയ്തിട്ടില്ല പറഞ്ഞില്ല മോളെ. ഞാൻ എന്നാ പറഞ്ഞ അതെ കേട്ട് കാര്യം അവര് വന്നേ അത്രയാണ് ഞാൻ ഇവരോട് രണ്ടുപേരും ഞാൻ പിന്നെന്താ വേണ്ട എന്താ ചോദിച്ചോണ്ടിരുന്നത്. ഒരു കാര്യം പറയാം, ഞാൻ ഇവിടെ അവതാരത്തിലല്ല ക്യാപ്റ്റനായത്. സോറി അവതാരത്തിലല്ല ക്യാപ്റ്റനായത്. ഓക്കെ, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല എനിക്ക് ബോൾസ് വേണം, എനിക്ക് ക്യാപ്റ്റൻ ആവണം ഞാൻ പറഞ്ഞിട്ടില്ല. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഞാൻ ഇവിടെ ക്യാപ്റ്റൻ ആവണമെന്ന് പ്ലാൻ ചെയ്ത് കളിച്ചൊന്നുമില്ല. ഏത് ഗെയിം ആയാലും എനിക്ക് ബെസ്റ്റ് ചെയ്യുക, അതിൽ എനിക്ക് കിട്ടുന്ന എന്റെ ഹാപ്പിനെസ് അതാണ്. ഓക്കെ, സെക്കൻഡ് തിങ്, ഇങ്ങോട്ട് ഇടുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്യും. ദെൻ ഞാൻ എന്റെ കാര്യം പറയുവാണ്, യൂസ് ചെയ്യും. ഞാൻ നിങ്ങൾ ചെയ്ത് തെറ്റാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ബ്രോ. ഞാനത് യൂസ് ചെയ്ത് ക്യാപ്റ്റനായി. സെക്കൻഡ് തിങ്, ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇതിനകത്ത് കയറുന്നത് ലൈക്ക് ഞാൻ എഫേർട്ട് എടുത്ത് കിട്ടി. ബട്ട് പുള്ളിക്കാരി ഇട്ടു, അതുകൊണ്ടാണ് ഞാൻ ക്യാപ്റ്റനായത്. ഓക്കെ, ആദ്യത്തെ പുള്ളിക്കാരി ഫസ്റ്റ് തിങ് ഞാൻ ആ ടീമിലേക്ക് ഇടുന്ന ഉറപ്പുണ്ടായിരുന്നു. പിന്നെ ഞാൻ പ്ലാൻ ചെയ്തത് ഒന്നുകിൽ അത് ഷഫിൾ, അത് എന്റെ ഗെയിം പ്ലാൻ. എനിക്ക് ഷെയർ ചെയ്യാം. ലൈക്ക് ഇപ്പം ഒരിക്കലും ഞാൻ സ്ട്രോങ് കണ്ടസ്റ്റന്റ് മാത്രം അതിനകത്ത് ഇടില്ല. എന്റെ ഗെയിം പ്ലാൻ എനിക്കറിയാം. അതിനകത്ത് ഇടുന്ന ആൾക്കാരെ, പുറത്തിറക്കേണ്ട ആൾക്കാരെ എനിക്കറിയാം. വെൽക്കം ടു ഇനി ഒന്നൂടെ ആളി കത്താനുണ്ട് ഈ പെൺകുട്ടി. ഒരുപാട് നന്ദി ബിഗ്. 4 ദിവസം എന്നെ ഈ ഷോയിലേക്ക് കൊണ്ടുവന്ന് ഈ 4 ദിവസം എന്നെ ഇവിടെ നിർത്തി ബിഗ് ബോസ്. ഒരുപാട് നന്ദി ബിഗ് ബോസ്, ഒരുപാട് നന്ദി. താങ്ക് യു. എനിക്ക് ഈ ഷോയിൽ വരണമെന്നുണ്ടായിരുന്നുള്ളൂ, ഒന്ന് കാല് കുത്തണമെന്നുണ്ടായിരുന്നുള്ളൂ. 100 ദിവസം പിടിച്ചു നിൽക്കുന്ന തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യമൊക്കെ എൻ്റെ ആഗ്രഹം ഒന്ന് കാല് കുത്തണമെന്നായിരുന്നു. പിന്നെ വന്നപ്പോൾ എൻ്റെ ആഗ്രഹം 100 ദിവസം നിന്ന് കപ്പടിക്കണമെന്നായിരുന്നു. എന്തായാലും കുഴപ്പമില്ല ബിഗ് ബോസ്. താങ്ക് യു ഫോർ എവറിത്തിങ്. റിപ്പോർട്ടർ ബുള്ളറ്റ് നോട്ട്സ് ഒക്കെ ഉണ്ടോ? ഇവിടെ ഓരോ ടീം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ എന്നോടൊന്ന് പറയുന്നുണ്ട്, പോയി നോക്കുന്നു പറയുന്നുണ്ട്. എന്നോട് ഓരോ ടീം കഴിയുമ്പോൾ എന്നോട് പറയുന്നുണ്ട്, ചെയ്യുന്നുണ്ടോ. എനിക്ക് താഴെ ക്യാപ്റ്റനുമാണ്. ഓക്കെ, നാളെ നിങ്ങൾ ക്യാപ്റ്റനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വൺസ് ഞാൻ ടീം ക്രിയേറ്റ് ചെയ്തത് എന്റെ ടീമാണ്, ഞാൻ ക്രിയേറ്റ് ടീം. അതിനെ ഷഫിൾ ചെയ്യണോ വേണ്ടെന്ന് പവർ ടീമാണ് തീരുമാനിക്കേണ്ടത്. എനിക്കത് ഷഫിൾ ചെയ്യാൻ പറ്റില്ല. വൺസ് ഞാൻ ടീം ക്രിയേറ്റ് ചെയ്തു, അത് ഷഫിൾ ചെയ്യാൻ എനിക്ക് അധികാരമില്ല. അത് പവർ ടീം വേണം അങ്ങോട്ടും ഷഫിൾ ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ. എന്റെ പവർ എന്ന് പറഞ്ഞാൽ എനിക്ക് നിങ്ങൾ എല്ലാവരും ട്രീറ്റ് ചെയ്യണം നോക്കുക, ഒരുപോലെ നോക്കുക, ഹൗസ് ക്ലീനിങ് നോക്കുക. എല്ലാ ടീമിലും എനിക്കൊന്ന് കയറാം. എനിക്ക് അങ്ങോട്ടും സ്വിച്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബ്രോ പറഞ്ഞു ഡെയിലി മെമ്മോസും ടീം മീറ്റിംഗ്, അതിനൊന്നും ആവശ്യം എനിക്ക് തോന്നിയില്ല. മനസ്സിലായി, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എല്ലാ പ്രാവശ്യം ഇതൊരു IT ഫേം ഒന്നും അല്ല, ഇങ്ങനെ പ്രിസൈസ് ചെയ്യണമെന്നില്ല. ബ്രോ എന്റെ ക്വാളിറ്റി ബ്രോ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഈ ബിഗ് ബോസ് ചില ആൾക്കാർക്ക് ഭയങ്കര സിമ്പിൾ ആണ്,
പക്ഷെ എനിക്ക് പ്രീഷ്യസ് ആണ്. ഓക്കെ ബ്രോ, ഞാൻ ആസ് എ ക്യാപ്റ്റൻ ഞാൻ ജനിച്ചു വളർന്ന രീതി, ഞാൻ പഠിച്ച രീതി, എനിക്കതേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നു പറയാൻ എനിക്ക് വേറൊരു ഫീച്ചർ ആകാൻ പറ്റില്ല. ഇത് ഞാൻ പഠിച്ച രീതി ഞാൻ ചെയ്ത് എനിക്ക് രീതി ചെയ്യാൻ പറ്റുള്ളൂ. ടേണിംഗ് പോയിന്റ് ആണ് ബ്രോ. ടേണിംഗ് പോയിന്റ് എനിക്ക് ഞാൻ ഈ ഒരു ഷോ ആണ്. ഈ ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു മുഖംമൂടി അടിഞ്ഞ് വന്നിരിക്കുന്നു. അല്ല, ഞാൻ പറഞ്ഞ എന്റെ മാനേഴ്സ് ഞാൻ ചെയ്യുന്ന അത്രേ ഉള്ളൂ പറഞ്ഞത്. മുഖംമൂടിയുടെ ആവശ്യമില്ലല്ലോ ഇപ്പൊ. നീ പറഞ്ഞ ഞാൻ മുഖംമൂടിയാണെന്നാ. എന്റെ പൊന്ന് ബ്രോ, നീ മുഖംമൂടിയാണെന്നല്ല പറഞ്ഞത്. ഞാൻ ചെയ്തു വന്ന രീതി എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. അല്ലാതെ എനിക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടി അതിനുവേണ്ടി ഞാൻ സ്പെഷ്യൽ ആളാവുന്ന എനിക്ക് തോന്നി. ബിഗ് ബോസ് എന്താ ചെയ്യേണ്ടത്? ഒരാൾ അവിടെ വന്ന് ഇപ്പണ്ട് ആൾക്ക് കൺഫെഷൻ റൂമിൽ വിളിക്കണമെങ്കിൽ ഒന്ന് വിളിക്കുക. ദെൻ ഇത്ര ഇവിടെ ആർക്കും പുള്ളിക്കാരൻ ഹറാസ്മെന്റ് ആണ് ക്രൈം ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഏതെങ്കിലും ഒരു ലേഡിയെ പിടിച്ചിട്ട് 5 ഉമ്മ കൊടുത്താ നിങ്ങൾ ചുമ്മാ ഇരിക്കോ എന്നാ പറ. ഞാൻ ഇപ്പൊ എല്ലാരും പിടിച്ച് ഉമ്മ വയ്ക്കും. എന്ത് 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 അല്ലെ എന്നെ വിടൂലെങ്കിൽ എനിക്ക് ചെയ്തൂടെ? താങ്കളിപ്പോ എന്താ ഹറാസ്മെന്റ് ആണോ ക്രൈം ചെയ്തത്? അല്ല, ഞാൻ പറയുന്നത് ചെയ്തത് ഇവൻ പറയുന്നത് തമ്മിൽ ഒരു വ്യത്യാസം. താങ്കളിപ്പോ ചെയ്ത പറയുന്നത് തമ്മിൽ ഇപ്പൊ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ചെയ്തില്ല, ചെയ്തിട്ടില്ല. അയാൾ ചെയ്തു. സൂക്ഷിക്കോ. ഞാൻ ചെയ്തില്ലല്ലോ. പുള്ളിക്കാരൻ ചെയ്തോ? ക്ലൈം നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഉറച്ചിരിക്കാം, അല്ലെങ്കിൽ അതിന് പിന്നീട്. ഞാനൊന്ന് സംസാരിച്ചോട്ടെ. ഒരു സീരിയസ് കാര്യം എനിക്കൊന്ന് മറുപടി കൊടുക്കാനാ. എല്ലാവരും ഒന്നും മിണ്ടായിരിക്കോ പ്ലീസ്. ഞാൻ ഒരു സീരിയസ് ജിൻഡോട് ഇന്നലെ വന്ന് ഞാൻ പറഞ്ഞു ബോഡി ഷോ വിത്ത് ടീ, അതൊരു ഫൺ ഗെയിം ആക്കാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അതൊരിക്കലും ഞാൻ അപ്പോഴും പറയുന്നു തുണി ഉരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അതവിടെ പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞത് ജിൻഡോയ്ക്ക് അങ്ങനെ എടുത്തെങ്കിൽ അത് ഞാൻ എല്ലാവരും മുന്നിൽ ക്ഷമ ചോദിക്കുന്നു. നിൽക്കോ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. പറഞ്ഞു തീർത്തിട്ട് നിങ്ങൾ സംസാരിക്കൂ. ഇന്ന് രാവിലെ നമുക്കിന്നൊരു ഗെയിം ഉണ്ടായിരുന്നു. രാവിലെ മോർണിംഗ് ടാസ്ക് നടന്നപ്പോ ജിൻഡോ വന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഫിസിക്കൽ എന്താ നിങ്ങൾ ചെയ്യുന്ന എന്താ പറയുന്നത്, ബോഡി ഷോ ആണോ എന്താ ജിമ്മൊക്കെ പഠിപ്പിക്കുന്ന ആ സംഗതി വെച്ചിട്ട് നിങ്ങൾ അവിടെ സ്റ്റെപ്സ് ചെയ്തു. ഇങ്ങനെ നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്യാന്ന് പറഞ്ഞ് നിങ്ങൾ കുറെ പൊസിഷൻസ് നിങ്ങൾ ചെയ്ത് കാണിച്ചു. ഇന്ന് രാവിലെ ഡാൻസ് ചെയ്തപ്പോ നമുക്കിത് എല്ലാവർക്കും കൂടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിച്ചു. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഞാൻ അത് തന്നെയാണ് ഇന്നലെ ഉദ്ദേശിച്ചത്. അല്ല നിന്നെ തുണി ഒരു നാട്ടുകാർ കാണിക്കാനല്ല പറഞ്ഞ. അത്രയ്ക്ക് മോശപ്പെട്ട സ്ത്രീ അല്ല കേട്ടോ. എന്താ ഉദ്ദേശിച്ചിരിക്കുന്നത്? പറയുന്ന വാക്കുകൾ എനിക്ക് പറയാമോ? പറയുന്ന വാക്കുകൾ നിങ്ങൾ എന്താ പറഞ്ഞു? പക്ഷെ പറയുന്ന വാക്കുകൾ ഒരു സ്ത്രീയുടെ നീ ബാത്റൂമിൽ കയറി വന്ന് പറഞ്ഞു എന്തുദ്ദേശത്തിലാ നീ? അല്ല, നമ്മൾ എവിടെയാണ് നിൽക്കുന്ന, എന്ത് വാക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. നീ ഇതിനു മുമ്പ് അന്ന് ടാസ്ക് ചെയ്തപ്പോഴും ഒരു പില്ലോ കവർ എടുത്ത് എറിഞ്ഞു. ടച്ച് ചെയ്തോളൂ. ഞാൻ കണ്ടു. ഞാൻ അപ്പൊ തന്നെ ബിഗ് ബോസിനോട് അത് പറഞ്ഞു. കാരണം അത് ശരിയല്ല. ഒരു സ്ത്രീയെ ഫിസിക്കലായിട്ട് അതിന് മെന്റലി ഹറാസ്മെന്റ് അത് ശരിയല്ല. ബിഗ് ബോസ് അത് ശരിയല്ല. ഇതിനൊരു തീരുമാനം ഇന്നെടുക്കണം. എന്റെ ഇത്രയും നാട്ടുകാരുടെ മുന്നിലാണ് ഇത്രയും ഹറാസ്മെന്റ് ജിൻഡോ ചെയ്തത്. കാരണം എന്നോട് ബോർഡ് ഷോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അർത്ഥം പറയുമോ? ചടിയൂരി ബോർഡ് ഷോ ഞാൻ പറഞ്ഞിട്ടില്ല തുണി ഉരിയാൻ. അല്ല ഒരു മിനിറ്റ്. അല്ല ജിൻഡോ അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇത്രയും കരഞ്ഞു. സ്വന്തം അമ്മയുടെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാള് വേറൊരു സ്ത്രീയെയും അതിലേറെ ബഹുമാനിക്കണ്ടേ? അവന്റെ ഉള്ളിൽ വളരെ കുറുമ്പുള്ളൊരു കുട്ടിയുണ്ട്. അതാണ് അവൻ ഈ കടന്ന് കാണിക്കുന്നതെന്ന്. പക്ഷെ ഇന്ന് ഞാൻ പറയാം അവന്റെ ഉള്ളിൽ അതൊന്നുമല്ല. വളരെ ക്രൂരമായ ഒരു മനസ്സുണ്ടെന്ന് ഇന്ന് എനിക്ക് ആ വാക്കുകളിലൂടെ മനസ്സിലായി. മേഡം വേണം എന്നോട് എന്നോട് ഓപ്പൺ ആയിട്ട് നിന്നിട്ട് എല്ലാവരോടും ബോഡി ഷോ ചെയ്യാൻ. ഞങ്ങളതിനകത്ത് ബോഡി ഷോ ചെയ്യാന്നുണ്ടെങ്കിൽ ചുമ്മാ പാൻറ്റീസ് മാത്രം ബോഡി ഷോ ചെയ്യണം. മേഡത്തോട് ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യില്ലെന്ന്. അപ്പൊ എന്നോട് പറഞ്ഞ ആളുടെ റൂളാണ്, ആളുടെ പവറാണ് എന്നോട് ചെയ്യാൻ പറഞ്ഞു.
അതാ ഞാൻ പറഞ്ഞത് മാഡത്തിന് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. മാഡത്തിന് അത് കാണണമെങ്കിൽ ബാത്റൂമിലേക്ക് വരാൻ പറഞ്ഞത്. അതല്ലാണ്ട് ഞാൻ വേറെ ഒന്നല്ലോ ഉദ്ദേശിച്ചത്. അതിന് മാഡത്തിനോട് ഞാൻ സോറി പറഞ്ഞിട്ടുണ്ട്. എന്നോടാണ് ഹറാസ്മെന്റ് ചെയ്തത്, ഞാനല്ല. സോറി പറയിപ്പിച്ചില്ല പറഞ്ഞു. മാഡം അല്ല മാറ്റാ ചെയ്തേ, ചേച്ചിയുടെ പാട്ടാ ഞാൻ നിന്നെ അല്ലേ? അതെ. ഇപ്പൊ പറഞ്ഞേ വൺ സെക്കൻഡ് ഞാൻ പറഞ്ഞത് ജിൻറ്റോ എത്താ മിസ്റ്റർ ഇന്റർനാഷണൽ അതാണ് നമ്മൾ ഷോ പറഞ്ഞത്. ഇപ്പൊ ഗബ്രി പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പോൺ ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് പോൺ കാണിക്കാൻ പറ്റും. പക്ഷെ ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് മേക്കപ്പ് ചെയ്ത് പറഞ്ഞില്ല, ഞാൻ മേക്കപ്പ് ചെയ്ത് കൊടുക്കില്ലേ? പോൺ ഈസ് ഡിഫറെന്റ്, ആർട്ട് ഈസ് ഡിഫറെന്റ്. ചെയ്തോളണമെന്നുണ്ടോ? ഞാനൊരു മിസ്റ്റർ ഇന്ത്യ ആയതുകൊണ്ട് ആൾക്കാർ പറയുന്ന സമയത്ത് ഞാൻ എന്റെ തുണി കഴിച്ച് ഞാൻ ബോഡി കാണിക്കണമെന്നുണ്ടോ? അല്ല, തുണികനെ പറഞ്ഞിട്ടില്ല. അല്ല, എനിക്ക് എന്നെ മനസ്സിന്റെ കാഴ്ചപ്പാടാണ് എനിക്ക് ചായ ഇട്ടുകൊണ്ട് അത്രേ എനിക്ക് ആ ചേച്ചി എന്താ ഉദ്ദേശിച്ചത് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് പുള്ളി ചെയ്തത് തെറ്റാണ്, അപ്പോളജൈസ് ചെയ്യിപ്പിച്ചത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു ഇൻസിഡന്റ് ഇവിടെ നടന്നോ ചേച്ചി യമുന ചേച്ചിക്കും കൂടി ചേച്ചിയുടെ ആണ് പോയിന്റ്. ഈ വിഷയം ഇവിടെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് യമുന ചേച്ചി എന്നോട് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ ചെയ്തത് ഇതൊരു കോമഡി, ഒരു എന്റർടൈനിങ് ഫാക്ടർ ആയിട്ട് നല്ല പൊളിയായിരിക്കും, നീ കണ്ടോ എന്ന് ചേച്ചി എന്നോട് പറഞ്ഞതാ. ആൻഡ് ആ ജിൻറ്റോ ചെയ്തത് നല്ല രസകരവുമായിരുന്നു. ചായ നന്നായിട്ട് ഉണ്ടാക്കിയിരുന്നു. അകത്ത് എല്ലാവരും പറഞ്ഞു. അകത്ത് ചെന്നപ്പം എന്തോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ജിൻഡോ ഏട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ കോംപ്ലിമെന്റ് കൊടുത്തു, ചായ ഉണ്ടാക്കിയ കൊള്ളായിരുന്നു, ഇതാണ് ഗെയിം, ഇങ്ങനെയൊക്കെ കളിക്കും, നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ജിൻഡോ ചേട്ടൻ തുറന്നതാണ് അഭിപ്രായം. യമുന ചേച്ചിക്ക് എന്തോ പുള്ളിക്ക് ഇഷ്ടമില്ല, എന്തോ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്തോ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല, ചേച്ചിയുടെ മൈൻഡ് അതല്ല. ഞാൻ കറക്ഷൻ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരാൾ എന്നെ കറക്റ്റ് ചെയ്തു, ഒരാൾ നല്ലത് പറഞ്ഞു, അത് ഞാനാണ്. ഞാൻ കറക്റ്റ് ചെയ്തിരുന്നു. യമുന ചേച്ചിയുടെ മൈൻഡിൽ അതല്ല. ചേച്ചിയുടെ മൈൻഡിൽ നല്ല ഇന്റൻഷൻ ആണ്. ചേട്ടൻ റോങ് വേയിൽ പോവരുത്. ഞാൻ നല്ല രീതിയിലാണ് പറയുന്നത്. ചേച്ചി കറക്റ്റ് ട്രാക്കിലാണ്, നല്ല രീതിയിലാണ്. ആ എന്റർടൈൻമെന്റ് ഫാക്ടർ വരാനാണ് ഇന്റൻഷൻ. ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. ഒരു മിനിറ്റ് ജിൻഡോ ചേട്ടാ, ഒരു മിനിറ്റ്, എന്റെ പോയിന്റ് ആണ്. പക്ഷെ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ചേച്ചീനെ ചിലപ്പം അത് പറഞ്ഞ വാക്കിലോ എന്താ വന്നാലും അത് തെറ്റാണ്. ആ രീതിയിൽ ചേച്ചിനെ പറയാൻ റൈറ്റ്സ് ഇല്ല. ഒന്ന് ബിക്കോസ് ആ ബാത്റൂമിൽ വന്ന് കാണിക്കുക, അതൊന്നും ഒരു റൈറ്റ് അല്ല. നമ്മള് സൊസൈറ്റിയില് റോങ് മെസ്സേജ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത്. തെറ്റാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ തുടങ്ങിയപ്പോ പറഞ്ഞത് മേഡം എന്നോട് അങ്ങനെ സംസാരിച്ചു കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇവിടെ നിന്ന് ഫുഡ് ഉണ്ടാക്കിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുകൊണ്ടാണ് എന്റെ ദേഷ്യത്തിലാണ് എന്റെ കാര്യങ്ങളാണെന്ന് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ വെച്ചിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് മേഡം ഇങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എനിക്ക് നടത്താൻ പറ്റില്ല. ഞാൻ മേഡത്തിന് ആ ഷോ കാണിക്കാം, അവിടെ പോയി കാണിക്കാം, അതാണ് മാത്രം ഞാൻ ഉദ്ദേശിച്ചത്, വേറെ ഒന്നുമല്ല. അത് മേഡത്തിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ റിയലി സോറി. റിയലി സോറി. അല്ല, ഞാനൊരു തോന്നിയോണ്ട് പറഞ്ഞു പറയിപ്പിച്ചല്ല. ചേട്ടൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ബുദ്ധി അവനുണ്ട്. അതല്ല, ചേട്ടൻ പറയുന്ന മണ്ടത്തരങ്ങളിലോട്ട് പോകരുത്. ഇനി മണ്ടത്തരങ്ങളിലോട്ട് പോലെ മാഡം ഇവളെ എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നു. സത്യം എന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ ഭയങ്കര വിഷമായി. സത്യം പറഞ്ഞു, സത്യം ഭയങ്കര വിഷമായി. ചായട്ട് കഴിഞ്ഞപ്പോഴും പറഞ്ഞു, നിനക്കൊരു അവസരമാണ്. നീ ആദ്യം ആലോചിക്കണം, നീ നോമിനേഷനിൽ വന്നു, നിനക്കൊരു അവസരമാണ് ഞാൻ
ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്ന ഇന്നലെ നീ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്ക് ഇല്ലാതായി. എന്നിട്ട് ഞാനത് പറഞ്ഞു തന്നു. എന്നിട്ടാണ് നീ ഇത്രയും ഒരു സ്പേസിൽ വന്ന് ഇത്രയും മോശമായിട്ട് നീ സംസാരിച്ചത്. ഇത് വേറെ ഒന്നുമില്ല, ഇതൊരു സിമ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇത് ഇത്ര കാര്യമാക്കുന്നു ഞാൻ മനസ്സിലായി. ഇത് പേഴ്സണലി ഹേർട്ട് ആവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പേഴ്സണലി നല്ല രീതിയിൽ ഹേർട്ടായി. നിങ്ങളുടെ വായിന്ന് വരാൻ പാടില്ലാത്തത് വന്നു. ചേച്ചിയുടെ കാര്യമല്ല ഞാൻ പറയണേ. ചേട്ടൻ ഇവിടെ ഒന്ന് പറഞ്ഞത് ശുദ്ധ മണ്ടത്തരമാണ്. ചേട്ടൻ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല ചേട്ടൻ വായിന്ന് വന്നത്. ചേട്ടൻ പറഞ്ഞത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ ഇടപെട്ടിട്ട് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞത്. അത് ചേട്ടന് മനസ്സിൽ തട്ടിയാണ് ഇപ്പൊ ചേട്ടൻ സോറി പറഞ്ഞത്. നേരത്തെ പറഞ്ഞ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞു. കിച്ചണിൽ നടന്നത് എന്താന്ന് ഞാൻ വ്യക്തമായിട്ട് പറയാം. ചേച്ചി ഉദ്ദേശിച്ചത് ഇത് ശരണ്യ ചേച്ചി പറഞ്ഞ സെയിം സാധനമാണ്, ഡാൻസ് കളിക്കാൻ. പക്ഷേ ഒരു ബോഡി ബിൽഡറുടെ അടുത്ത് ബോഡി ഷോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മനസ്സിലേക്ക് ആദ്യം വരാം അയാളുടെ ബോഡി കാണിച്ചുകൊണ്ട് ബോഡി ഷോ ചെയ്യാനാ. അല്ല ചേച്ചിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അത് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് പറയുമ്പോ ഞാൻ നിങ്ങളെല്ലാം കേട്ടല്ലേ ഞാൻ പറഞ്ഞു. തുണി ഒരു കാണിക്കാനല്ല ഞാൻ ഈ പറയുന്നത് എന്ന് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു. പിന്നെ ഞാൻ മിണ്ടാതെ മാറിപ്പോയി കണ്ട് കളി ചിരിച്ചോണ്ടിരിക്കായിരുന്നു. പിന്നെ ഞാൻ ചിരിച്ചോണ്ടിരിക്കായിരുന്നു. ഇന്ന് രാവിലെ നിങ്ങൾ കണ്ടല്ലേ ഞാനും ശ്രീയും കൂടെ ഇവിടെ ഒരു ഷോ നടത്തി. അത് എനിക്ക് വേണേ പറഞ്ഞൂടെ എന്നെ കളിയാക്കാൻ വേണ്ടിയാണ്. എനിക്ക് വേണേ അപ്പം പറഞ്ഞൂടെ എന്നെ കളിയാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത്. ഇതൊരു ഗെയിം ഷോ ആണ്. നമ്മളത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളതിലാ കാര്യം. അതെ അതെ, അത് അവരവരുടെ മനസ്സിലുള്ള അഴുക്കാണ് ഈ പുറത്തേക്ക് വരുന്ന ഈ കാഴ്ചപ്പാട്. അതാണ് എന്റെ പോയിന്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗുജറാത്തിലായോണ്ട് എനിക്ക് പ്രോപ്പർ ആയിട്ട് പറയും. പക്ഷെ എന്റെ ഇന്റൻഷൻ അതാണ് എന്റെ പോയിന്റ്. ഇതവിടെ കഴിഞ്ഞു. അപ്പോളജൈസ് ചെയ്തു. അതൊന്നും എനിക്ക് വിഷയമില്ല. ഈ നാട്ടുകാർ 30 വർഷം കൊണ്ട് എന്നെ കണ്ടോണ്ടിരിക്കുക. അവർക്കറിയാം ഞാൻ എന്താണ്. അതെ, അതൊന്നും എന്നെ അതൊന്നും വിഷയമല്ല. പക്ഷെ ഞാൻ പബ്ലിക് സ്പേസില് സ്ത്രീകളോട് ഇമാതിരിയുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. സോറി പറഞ്ഞ പോലെ ഇനി എന്താ ചെയ്യുന്നത്? ചേട്ടൻ അത് വിട്, അത് കഴിഞ്ഞു. അവിടെ ചേട്ടൻ അപ്പോളജൈസ് ചെയ്തു. ഒരു അബദ്ധം പറ്റി നമ്മളത് സമ്മതിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് അത്ര ഇഷ്ടമുള്ളൂ. അതവിടെ കഴിഞ്ഞു. ഇനി ആ ടോപ്പിക്ക് വിട്. പക്ഷെ എന്റെ രക്തം കൊണ്ട് അതിന് സാധിക്കുമെന്ന് ഞാൻ ചോദിച്ചു. ശ്രദ്ധിക്കുക, എല്ലാവർക്കും പിരിഞ്ഞു പോകാം. ഓക്കെ, ഇനി ആരൊക്കെയാണ് ഫുഡ് കഴിക്കും? പവർ ടീം ഒരു പവറോട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ പവർ ടീമിന്റെ പവർ അത് ഞാൻ പറഞ്ഞില്ല. ഫുഡ് കൊടുക്കരുതെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷെ ആരൊക്കെയാണ് ഫുഡ് കഴിക്കേണ്ടത് ഫുഡ് കഴിക്കേണ്ടതെന്നുള്ളത് ഒന്ന് പവർ ടീം ഒരു കാര്യം കൂടി ഞാൻ പറയണു. പവർ ടീമിന് എന്തും തീരുമാനിക്കാന്ന. ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള അവകാശവും എനിക്കുണ്ട്. അത് അങ്ങനെ എന്നെ എടുക്കോളൂ. അതേ വിശ്വസിക്കണം, അത്രേ ഉള്ളൂ. നമ്മള് കുറച്ച് തിങ്ക് ചെയ്താണ് സംസാരിക്കാൻ. അത് പുറത്തേക്ക് വരുമ്പോഴത്തേക്കും ചേട്ടനൊരു ലൈഫുണ്ട്. അത് മനസ്സിലായോ? ഒന്നാമത്തെ ഡിവോഴ്സും കൂടെയാണ്. ചേട്ടൻ ഡിവോഴ്സും കൂടെയാണ്. അപ്പൊ ചേട്ടൻ പറയുന്നത് ചേട്ടൻ ഇന്നലെ തല്ലിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല. അപ്പൊ ചേട്ടൻ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അത് ഒരു വിശ്വസനീയമല്ലാതെ അവരെന്നോട് പറഞ്ഞ സാധനം പുറത്തേക്ക് ചെല്ലുമ്പോ വേറെ ചേട്ടൻ പറയാൻ പറയാൻ പറ്റില്ല പുറത്തേക്ക്. അപ്പൊ ചേട്ടൻ ഹസ്ബൻഡ് അങ്ങനെ വുമൻസിന്റെ കാര്യം വുമൻസ് ആണെങ്കിൽ ഒരുപോലെ തന്നെ. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തൊരു വേറെ ഇമ്പാക്ട് ആണ് വരുന്നത്. അവരെന്നോട് ബോഡി ഷോട്ട് പറഞ്ഞു. ഞാൻ പിന്നെ ഇവരെല്ലാവരും ഷട്ടിൽ നിന്ന് ബോഡി ഷോട്ട് അത് ഞാൻ ചെയ്യില്ല. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ഷട്ടിൽ ബാത്റൂമിലേക്ക് വരാനൊക്കെ പറഞ്ഞു. അത് എന്റെ വീടാണ്. അതെ, അത് ഓക്കെ. ബാക്കി എന്തോന്നും പറയാലോ. ഓക്കെ, ഞാൻ പറഞ്ഞ ചേട്ടൻ അങ്ങനത്തെ അലിഗേഷൻസ് വരും, അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് പറയാം. മനസ്സിലായി? ചാടി കയറി കളിച്ചല്ലാതെ ഞാൻ പറഞ്ഞുള്ളൂ. ജാനു പിന്നീട് കെട്ടിപ്പിടിച്ചപ്പോ എന്ത് കാരണം ഞാൻ പറയുന്നില്ല.
ജാനു പിന്നീന്ന് വന്ന് കെട്ടിപ്പിടിച്ചപ്പോ ചേട്ടൻ അൺകംഫർട്ടബിൾ ആയി എന്ന് പറഞ്ഞു. ഒരു മിനിറ്റ് അതുമ്മ കയറിയാണ് അയാൾ പിടിച്ചിരിക്കണേ. സുരേഷ് പിടിച്ചിരിക്കുന്ന അതുമ്മ ചേട്ടാ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ അപ്പൊ അവര് തന്നെ മോശമാക്കല്ലേ? പറയുന്ന വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കും. അതെ ഒരു മിനിറ്റ് ഓക്കെ അല്ലേ, അത് വിട്. ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാനു ചെയ്തത് തെറ്റാണെങ്കിൽ കണ്ടിട്ടുള്ള ഒരേ ഒരാൾ ഞാനാ. ഇത് നടന്ന് കണ്ടിട്ടുള്ള ഒരേ ഒരാൾ ഞാൻ. അതുകൊണ്ട് ഞാൻ തലേ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ അൺകംഫർട്ടബിൾ. അതേപോലെ അയാള് അത് കഴിഞ്ഞപ്പോഴാണ് അയാളത് പറഞ്ഞത്. അയാൾ പറഞ്ഞതിന് ശേഷം ഞാൻ ഡിസ്റ്റൻസ് വളരെ കീപ്പ് ചെയ്തിട്ടാണ്. വൺ വേ ഹൈവേ ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകും. വൺ വേ ഹൈവേ ആണെങ്കിൽ ചെവി മാത്രം അല്ല, നാവ് മാത്രം പോലെ ചെവിയും വേണം. ഞാൻ പറഞ്ഞത് ജാനു ചേട്ടനോട് ചെയ്തത് ചേട്ടന് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്ത് കാരണം കൊണ്ടാണെങ്കിലും എന്റെ ശരീരത്തിൽ വേറൊരാൾ തൊടുന്നത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചേട്ടൻ ചോദിച്ചില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കരഞ്ഞോണ്ടാ വന്നത്, വിഷമിച്ചിട്ടാ വന്നത്. ഞാൻ കണ്ടതാ. ഹൃദയം തകർന്ന് പുള്ളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ ആരെങ്കിലും ഒന്ന് ഹഗ് ചെയ്യണമെന്ന് തോന്നി. പുള്ളിനെ ഹഗ് ചെയ്തു. ഞാൻ കണ്ടു. ഞാനിപ്പോ പറഞ്ഞു എന്റെ കൈയൊന്ന് കഴുകിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി. പക്ഷേ ആൾക്കാർക്ക് അത് ഒഫൻഡഡ് ആവാം. അത്രയും മതി. എന്റെ പേഴ്സണൽ സ്പേസിൽ എന്നെ വെറുതെ ഒരാൾ വന്ന് കെട്ടിപ്പിടിച്ചാൽ അത്രയും മതി എനിക്ക് പറയാനായിട്ട്. അതിലല്ല കാര്യം. അച്ഛനെ പോലെ ഞാൻ ചേട്ടനെ ബ്രദറായിട്ടാ കണ്ടെന്ന് പറഞ്ഞു. ഈ തലേ ദിവസം അവൾ പറഞ്ഞ കാര്യങ്ങള് താൻ പറഞ്ഞല്ലേ? തലേ ദിവസം അവൾ പറഞ്ഞ കാര്യം അതാണ് എനിക്ക് നെഗറ്റീവ്. എടോ അയാൾ എന്റെ അടുത്ത് പറഞ്ഞ അയാൾ പറഞ്ഞ പിന്നെ ഞാൻ അയാളെ കെട്ടിയേ പിടിച്ചിട്ടില്ല. അയാള് പറഞ്ഞ പിന്നെ ഞാൻ ജാനു ഞാൻ പറഞ്ഞിട്ടും പിറ്റേ ദിവസം കെട്ടിപ്പിടിച്ചു. മനസ്സിലാക്ക്. കാര്യങ്ങൾ അയാൾ പറഞ്ഞ പിന്നെ ഞാൻ ഇത്ര പോലും അല്ല ഇങ്ങനെ നിൽക്കുന്നത് അയാളുടെ അടുത്ത്. പിന്നെ ഞാൻ അയാളുടെ അടുത്ത് പോയിട്ടില്ല. നിങ്ങളുടെ അടുത്ത് അയാൾക്ക് ഇഷ്ടമല്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചെയ്ത പ്രവൃത്തി അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നാണ് പറഞ്ഞു. അയാളുടെ അഭിപ്രായമാണ് പറഞ്ഞത്. വിലയുണ്ടെങ്കിൽ അവര് വിഷമിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇവിടെ നിന്ന് മാറിയിട്ട് ആ വെയിലത്തേക്ക് ഇരിക്കും. എന്നിട്ട് തുറക്കണ സമയത്ത് വീട്ടിലേക്ക് പോകണമെങ്കിൽ എന്താന്ന് വെച്ചാൽ കാണിക്കും. ചേട്ടൻ തീരുവാണെന്ന് ചേട്ടൻ തന്നെ തെളിയിച്ചോണ്ടിരിക്കുക. ഈ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അവര് ട്രിഗർ ചെയ്യും. ഇങ്ങനെ ട്രിഗർ ആവല്ലേ? ഞാനാ ട്രിഗർ ആവണത്? നാണല്ലേ? ഇങ്ങനെ നമ്മുടെ പേഴ്സണൽ ലൈഫ് വെച്ചിട്ട് കളിച്ചു കഴിഞ്ഞാലേ കളിക്കുമ്പോ ഞാൻ നിങ്ങളുടെ ആരുടെയും പേഴ്സണൽ ലൈഫ് വെച്ച് കളിച്ചിട്ടുണ്ടോ? അതൊക്കെ ഫുട്ടേജ് നിങ്ങള് ഇപ്പൊ അവൻ പറഞ്ഞപ്പോ ഞാനല്ലേ ഏറ്റവും ആദ്യം പോയത്. തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യണ്ട. ഞാൻ ഇനി കെട്ടിപ്പിടിക്കില്ല. ചേട്ടനത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോടോ അയാളെ വീണ്ടും എടുത്തിട്ടതാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കാത്തത്? ബിഗ് ബോസിനോട് ചോദിക്കുക. ഞാൻ പറഞ്ഞില്ലേ നമ്മള് ക്യാപ്റ്റൻ ഞാൻ പോവാണ് ബ്രോ. പോവാണെങ്കിൽ പോകുന്നില്ല, ഞാൻ പോവാണ്. ഓക്കെ, നീ ബിഗ് ബോസിനോട് പറഞ്ഞു. ഞാനല്ല പറയണത് ചേട്ടാ. ഞാൻ പറഞ്ഞു അല്ലല്ല കേക്ക്. ഞാൻ പറഞ്ഞു ചേട്ടാ. ഞാൻ 2 പ്രാവശ്യം അവിടെ പറഞ്ഞു കേക്ക്. ഇത് നിങ്ങളും ബിഗ് ബോസ് ആയിട്ടുള്ള കോൺട്രാക്ട് ആണ്. ചേട്ടൻ ഇറങ്ങിപ്പോയി എന്നെ ബോധമുള്ള കാര്യങ്ങൾ കേക്ക്. ഞാൻ അവിടെ 3 വട്ടം പറഞ്ഞു ഒരു കണ്ടസ്റ്റന്റിന് പോണെന്ന് ഞാൻ പറഞ്ഞു. അയാൾ എന്ത് കളി കളിച്ചേ? പക്ഷേ ഏട്ടൻ ഇതല്ല ഇവിടുത്തെ റൂൾസ് അറിയണല്ലേ. ഇവിടെ അങ്ങനെ പോവാൻ പറ്റുമോ? എങ്ങനെ പോവാൻ പറ്റുമോ? ഞാനതാ ചോദിക്കണേ. അതെനിക്കറിയാം. പറഞ്ഞിട്ട് കളയാം. അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റില്ല. പറഞ്ഞു പറഞ്ഞിട്ട് കളയാം. പിന്നെ ഒരു കാര്യം പറയാം. ഞാൻ അവിടെ 2 വട്ടം ആരോടും പറഞ്ഞു. ഞാൻ തൊണ്ട വെയ്യാതെ ഇത്രയും നാള് ഞാൻ അങ്ങനെ നടന്നപ്പോ ഒരു വട്ടം പോലും നീ എന്റെ അടുത്ത് വന്നിട്ട് രതീഷ് ചേട്ടാ എന്താണ് എനിക്ക് തോന്നിയില്ല. ഈ തൊണ്ടടെ ചേട്ടൻ തൊണ്ട വെച്ചാണ് ചേട്ടൻ ഹെൽത്ത് അറിയെങ്കിൽ ടീമിലാണ് നിൽക്കുന്നത്. ആ ടീമിന് ഏത് ടീം അവിടെ ഒരു ടീം ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആ ടീമിന് വേണ്ടിയിട്ടാണ് ഈ എല്ലാ കാര്യവും ചെയ്തത്. ഈ ഒരു നല്ല ക്യാപ്റ്റനേ അല്ല. ആയിക്കോട്ടെ. ചേട്ടന് പോയിട്ട് ചേട്ടന് പുറത്ത് പോവാണെങ്കിൽ ഒരു കാര്യം വേണമെങ്കിൽ വീട്ടിലേക്ക് ഇതുപോലത്തെ ഡ്രസ്സ് കൊണ്ടുവരാൻ പറയണം കേട്ടോ.
തണുപ്പാണ്. നിനക്ക് വേണോ? പോയാലോ? എടാ എനിക്ക് വേണ്ട, നീ എടുത്തോ. നാളെ അടിച്ചു വിട്ടു. എനിക്കിന് ആവശ്യമില്ല. എനിക്ക് വേണ്ട, എനിക്ക് എന്റെ പൊന്നേട്ടാ എനിക്കൊണ്ട് ഞാൻ വെറുതെ ആവശ്യമില്ല. നീ ഷോയില് നിക്ക്. എനിക്ക് മറ്റൊരാളെ സാധനം വേണം. എന്റെ പൊന്നേട്ടാ വെറുതെ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനവിടെ രണ്ടു വട്ടം ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. ചേട്ടന്റെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആള് വിളിക്കാത്ത ഇപ്പൊ എന്റെ കുഴപ്പമല്ല കേട്ടോ. നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ കാണിക്കരുത്. ആൾക്ക് ഇങ്ങനത്തെ ഭയങ്കര മോശമാണ്. ഞാൻ അതും മാപ്പ് കൊടുക്കാൻ റെഡിയാണ്. ഇന്ന് എനിക്ക് രാവിലെ പറയാൻ പോയപ്പോ അതെനിക്ക് ദേഷ്യം ഞാൻ ഇടിച്ചിട്ട് എനിക്ക് അത്ര ദേഷ്യം. എന്റെ വായന ഹിന്ദി തെറി പോയത് തന്നെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അതായത് സുരേഷ് ചേട്ടൻ ഇപ്പൊ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞു സുരേഷ് ചേട്ടൻ. ഓക്കെ, ആ കംപ്ലൈന്റ് നീ മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? I will see if he wants to come and bloody apologize. ഞങ്ങളുടെ മുമ്പേച്ചാണ് കംപ്ലൈന്റ് പറഞ്ഞത്. ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യമുണ്ട്. നിങ്ങൾ അയാൾ ടച്ച് ചെയ്ത് ബാക്ക് ടച്ച് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞത് സുരേഷ് ചേട്ടൻ. ബാക്ക് ടച്ച് ആയിട്ട് സുരേഷ് ചേട്ടൻ ഫീൽ കമന്റ്. അപ്പൊ ഇതിന്റെ തലേ ദിവസം ജാൻമണി ഡിവിഷൻ ഇത് രണ്ടിന്റെ സമയത്ത് ഞാൻ അവിടെ ഇല്ല. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടുള്ള കാര്യം പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. കംപ്ലൈന്റ് ഒരാൾ പറഞ്ഞ സ്ഥിതിക്ക് എന്തുകൊണ്ട് രതീഷ് തലേ ദിവസം ജാൻമണി ബാക്കിൽ നിന്ന് കെട്ടിപ്പിടിച്ചപ്പോ ജാൻമണി കെട്ടിപ്പിടിച്ചാൽ എന്റെ ഭാര്യക്കും എന്റെ മക്കൾക്കും ഇത് പ്രശ്നമാകുമെന്നുള്ള രീതിയിൽ കറക്റ്റ് വേർഡ്സ് എനിക്കറിയില്ല, ആ രീതിയിൽ സംസാരിച്ചു. അതേ വ്യക്തി പിറ്റേ ദിവസം സുരേഷ് ഏട്ടനെ വന്ന് കെട്ടിപ്പിടിച്ച് 5 കിസ് ചെയ്യുമ്പോ ഇതേ ഭാര്യയും മക്കളും വീട്ടിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ജാൻമണി ചെയ്യുമ്പോൾ അത് തെറ്റും, സുരേഷ് ഏട്ടന്റെ അടുത്ത് രതീഷ് ചെയ്യുമ്പോൾ അത് ശരിയാകുന്നത് എങ്ങനെയെന്ന് സോറി വേണ്ട എക്സ്പ്ലനേഷൻ. അത് രതീഷിന്റെ എക്സ്പ്ലനേഷൻ ഹൗസിലുള്ള എല്ലാവരും കേൾക്കണം. എനിക്ക് മസ്റ്റായിട്ടത് കേൾക്കണം. ആ എക്സ്പ്ലനേഷൻ. ഇൻസിഡന്റും കണ്ടിട്ടുള്ള ഒരേ ഒരാൾ ഈ ഹൗസിൽ ഞാനാ. ഇവർ രണ്ടുപേരും അല്ലാതെ ഇത് നടന്നിട്ടുള്ളത് കണ്ടിട്ടുള്ള ഒരേ ഒരാള് ഞാനാണ്. ഞാൻ ചേട്ടൻ വ്യക്തമായിട്ട് എനിക്ക് എന്റെ അഭിപ്രായം പറയാം. ഇന്നലെ പുള്ളിയുടെ ഭാഗത്ത് തെറ്റില്ലാന്നല്ല ഞാൻ പറയുന്നത്. പുള്ളി ചെയ്തത് അബ്സല്യൂട്ട്ലി റോങ് ആണ്. ഫസ്റ്റ് എന്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്തത് തെറ്റ്. ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ അനുവാദമില്ലാതെ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വന്ന സമയത്ത് എന്താ ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി ഇമോഷണലാ. ഫേക്ക് ആവാം, റിയൽ ആവാം, എനിക്കറിയില്ല. ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നിയത് എന്നെ കെട്ടിപ്പിടിച്ചു ആ സമയത്ത്. ഞാൻ പറഞ്ഞു എന്റെ കയ്യിൽ മഞ്ഞളുണ്ട്, കൈ കഴുകിയിട്ട് ഞാൻ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പതുക്കെ വലിഞ്ഞു. പക്ഷെ ചേട്ടൻ പെട്ടുപോയി. ചേട്ടനൊന്നും പറയാൻ പറ്റില്ല അവിടെ. എനിക്കറിയാം അത് കാരണം ഞാൻ പറയും. എനിക്ക് മനസ്സിലായില്ല ഇമോഷൻ. അപ്പൊ ഞാൻ ഇത് ചേട്ടാ പോട്ടെ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഓക്കെ, ഇയാള് വന്ന് ഒരു കെട്ടിപ്പിടി, പിന്നെ മുഖത്തിൽ വെള്ള, അത് ഇവിടെ ഉറക്കല്, അതെനിക്ക് ദേഷ്യം വന്നു. പിന്നെ പറഞ്ഞു. അപ്പൊ അവിടെ സോറി അവനെ ഭയങ്കര ഡ്രാമയ്ക്ക് സോറി പറഞ്ഞു. ഇന്ന് രാവിലെ അത് പറയാൻ വേണ്ടി പോയതാ ആളുടെ അടുത്ത്. നീ അത് ചെയ്യേണ്ട എനിക്ക് ഇഷ്ടമില്ല, ഇതായിരുന്നു എന്റെ ടോൺ. ഏലക്കുണ്ട് ചേച്ചി, ഇഞ്ചി മാത്രമേ ഉള്ളൂ. ഇഞ്ചി ചതച്ചത് വേണ്ട. കറി വെച്ചായിരുന്നു, ഉപ്പേരി ഉണ്ടാക്കിയായിരുന്നു. എല്ലാം വെച്ചു. തീർന്നോ? കഴിച്ചില്ലല്ലോ. അല്ല, എല്ലാം ചെയ്തു. കഴിഞ്ഞിട്ട് ഇവിടെ ഇരുന്നു. എനിക്ക് പണിയൊന്നുമില്ല. എന്നെ പ്രേക്ഷകർക്ക് എനിക്ക് വിശ്വാസം അവരെന്നെ പുറത്തുവിടില്ല. ഞാനുണ്ടെങ്കിൽ ഇനി ഇത് പോവുള്ളൂ, ഫ്രണ്ടിലോട്ട് പോവില്ല. ഇത് രണ്ടിലും പ്രേക്ഷകനായിട്ട് നിന്ന ഒരാളാണ് ഞാൻ. നേരിട്ട് എൻട്രി ഇല്ലാത്ത സൈഡിൽ നിന്ന് ഞാൻ കണ്ടതാ. ഇത് രണ്ടും പുള്ളിനെ എനിക്കറിയാം, ചേട്ടനെ എനിക്കറിയാം, രണ്ടുപേരെ എനിക്കറിയാം. ഇത് മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തീരേണ്ട സാധനമാണ്. എക്സാക്ട്ലി. ഇപ്പോഴും ഇപ്പോഴും കേട്ടില്ലേ? നിങ്ങളുടെ ഗെയിം കളിക്കല്ല, നിങ്ങൾ കേൾക്കാൻ റെഡിയല്ല. ഞാൻ എത്ര പ്രാവശ്യം തിരിച്ചു പറഞ്ഞാൽ ഞാനും റേഡിയോ അവന്റെ പറയണില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇപ്പൊ ഫോം റെഡി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഞാൻ പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞില്ല കൺഫ്യൂഷൻ റൂമിൽ. അതെനിക്ക് ഒരാൾ പോവോ വരുമോ ഒന്നും നമ്മുടെ കാര്യമൊന്നും. ആളുടെ ബിസിനസ് ആണത്. ആൾക്ക് എപ്പോ വേണമെങ്കിലും പോകും. ആൾക്ക് ആരും അതൊന്നും കാര്യം നമ്മുടെ ഗെയിം അല്ല. ആള് പോണേ പോട്ടെ, പക്ഷെ ആള് അവിടെ നിന്നിട്ട് തൊട്ടിട്ട് കാര്യമില്ല. ക്യാമറ വന്ന് പറയണം എനിക്ക് പോണം പിന്നെ കൺഫെഷൻ റൂമിൽ ഇവിടെ വിടണം. ആളവിടെ പക്ഷെ as long as I made my point to that bloody useless fellow, I'm very happy. Point is nothing except listen when other person is saying there is a problem. ഞാൻ പ്രോബ്ലം പറയാൻ വന്നതാ. അത് കേൾക്കാനേ റെഡിയല്ല, ഇപ്പോഴും കേൾക്കാൻ റെഡിയല്ല. ചേട്ടന്റെ ഭാഗത്ത് ശരിയുണ്ട്, ചേട്ടന്റെ ഭാഗത്താണ് ശരി. ചേട്ടൻ അതിൽ വെറും നിരപരാധിയാ, ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ നിന്നു, അബദ്ധം പറ്റി. പുള്ളി വന്ന് നേരെ കയറി പിടിച്ചു. പുള്ളി ജാൻമോനി
ജാൻമോഹൻക്കെതിരെ ഇത് പറഞ്ഞു. ഇത് പുള്ളിക്ക് കർമ്മ തിരിച്ചറിഞ്ഞു. അത്രേ ഉള്ളൂ. സിജോ പോസിറ്റീവ് പറയുന്നതിന്റെ ആറ്റിറ്റ്യൂഡ് ആക്ടറായി ഇത്ര നാളും എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതുന്നത്. എനിക്ക് ഭയങ്കര ഹേർട്ട് ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ എന്റെ ഫേസ് എങ്ങനെ ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കണ്ട കാര്യമാണല്ലേ? ഞാൻ ഇന്റെ ഇന്റൻഷൻ വേണമെങ്കിൽ ഒരാൾക്ക് പോസിറ്റീവ് ആക്കാൻ നെഗറ്റീവ് ആക്കാം. ഞാൻ ചേച്ചിനോട് പറഞ്ഞു ഇതിങ്ങനെ വലിച്ചിട്ട് ഇടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേച്ചി ഇങ്ങനെ ചെറിയ കുട്ടികളെ ഇത് എനിക്ക് അറിയാൻ പറഞ്ഞപ്പോ ചേച്ചി എന്ത് ചെയ്ത് എല്ലാം നെഗറ്റീവായിട്ട് എടുക്കേണ്ട നോറ പറഞ്ഞപ്പോ എനിക്ക് ഹേർട്ടായത്. ഞാനവൻ മിണ്ടാണ്ടി ഞാൻ പോവാ ചെയ്ത്. ഞാൻ മിണ്ടാണ്ടി പവർ ടീമിന്റെ പവർ ഉപയോഗിച്ചു. ഞാനപ്പോ പറഞ്ഞ നോറ ചിലപ്പോ നല്ല സെൻസിലാ പറയുന്നെങ്കിലോ എന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലാം നെഗറ്റീവായിട്ട് എടുക്കുന്ന എന്തിനാ ചെയ്തത്? അത് എനിക്ക് ഹേർട്ട് ആവാ ചെയ്തത്. ബിക്കോസ് ഞാൻ ആ രീതിയിലല്ല പറഞ്ഞത്. നമ്മുടെ റൂമിൽ വന്നിട്ട് ആരെന്താ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നത് നമ്മുടെ അതെങ്ങനെയാണ് എന്റെ തല ആ നിക്ക് ഞാൻ ഒരു വല്ല പോയി അതെങ്ങനെയാ എടാ മോനെ ഞാൻ നിന്നോട് ഇപ്പോഴും ക്ലിയർ ചെയ്യാം. നീ ചെയ്തില്ലാന്ന് പറഞ്ഞില്ല. ഇവൻ ജാസ്മിൻ എന്റെ പേഴ്സണലി എനിക്ക് നിങ്ങൾ എന്റെ സിസ്റ്ററിന്റെ അത്ര ഏജേ ഉള്ളൂ. അപ്പൊ എനിക്ക് ഒരു മിനിറ്റ് എന്റെ ഫീലിങ്സും മനസ്സിലാക്കും. നിന്റെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നീ എന്നോട് മിണ്ടാത്തോണ്ടാണ് ഞാൻ നിനക്ക് പറഞ്ഞു തരാത്തത്. എനിക്ക് ഞാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കുമ്പോ ആളത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി കാണിച്ചില്ലെങ്കിൽ ഞാൻ ആളോട് പറഞ്ഞു കൊടുക്കാൻ പോവാറില്ല. I leave managing control of Victory Studios to നെപ്പോട്ടിസം എന്ന് പറയുന്ന മുഖംമൂടിക്ക് പിന്നിൽ ഔട്ട്സൈഡേഴ്സും ഇൻസൈഡേഴ്സ് ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സ്റ്റോക്ക് സെല്ല് ചെയ്യുക. സിനിമ ഞാൻ എടുത്തോളാം. രഘു ഖന്ന മാരത്തോണിൽ ഓടി ശീലിച്ചവനാണ്. ഷീസ് ജസ്റ്റ് എ ബേബി. ഉറുമ്പാനയുടെ ചെവി കയറി കടിച്ച് ഉപദ്രവിച്ചതിന്റെ ചോര ഊറ്റി കുടിക്കുന്നത് വരെ പുറമേയുള്ള ആളുകളുടെ ഉപദേശമായിരിക്കും സ്വീകരിച്ചുകൊണ്ടിരിക്കുക. രണ്ടിലൊരാൾ വീഴുന്നത് വരെ യുദ്ധം. വീഴുന്നത് പക്ഷെ ഞാനായിരിക്കില്ല. എന്നാ പിന്നെ കല്യാണം ആലോചിച്ചാലോ? പക്ഷെ കണ്ടീഷനുണ്ട്. ആണ് കാണല് തിരിച്ചല്ലേ? ചുറ്റിലുള്ള ശബ്ദങ്ങൾ എന്നെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇതിന്നൊക്കെ ഞാൻ പുറത്തു കിടക്കും. ഞാനതില് നിങ്ങളോട് സംസാരിക്കാൻ വരരുതായിരുന്നു. ഞാൻ നിങ്ങളെ വിളിക്കാം. ഇതാണ് ഞാൻ എന്റെ ഒപ്പം കളിക്കാറായിട്ടില്ല. ആവശ്യമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് സംസാരിക്കാൻ തരാം. കാരണം എനിക്ക് ഒരു വാല്യൂ ഉണ്ട്. എന്റെ വാക്കിൽ വാല്യൂ ഇല്ല. നിങ്ങൾക്ക് വേണ്ട എന്റെ വാക്ക് ഇല്ല. ഞാൻ തരുന്നില്ല. നിങ്ങൾ പറഞ്ഞു അപ്സര എന്റെ ഓപ്പോസിറ്റ് ഇപ്പൊ ഇന്നലെ രാത്രി എന്നോട് പറഞ്ഞു എനിക്ക് അപ്സരയുടെ നോട്ടം പോലും പേടിയാണ്. അപ്സര എനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറഞ്ഞ അതേ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ വരെ നിങ്ങൾ പോവില്ലയോ എന്നല്ല. ഇന്ന് രാവിലെ വരെ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തി എന്റെ അടുത്തിരുന്ന് പറഞ്ഞതാണ് എനിക്ക് അപ്സരയോട് കളിക്കാൻ പേടിയാണ്. അപ്സരയുടെ നോട്ടം പോലും പേടിയാണെന്ന് ഞാനല്ല പറഞ്ഞത്. രതീഷ് ഏട്ടൻ എന്നോടാണ് പറഞ്ഞത്. ആ രതീഷ് ഏട്ടൻ ഇന്ന് എന്നോട് പറയാണ് അപ്സര എന്റെ ഓപ്പോസിറ്റ് കളിക്കാൻ പറ്റിയ ആളല്ലെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായത്. അപ്പൊ ഞാൻ എനിക്ക് ചേട്ടൻ പറഞ്ഞു അപ്സര ഇപ്പൊ എന്തിനാ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞതിനോ എനിക്കൊരു വാല്യൂ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് തിരിച്ച് വാല്യൂ തന്നത് കൊണ്ടാണ് ഇന്നലെ ഞാൻ ആ വാല്യൂ ഞാൻ നിങ്ങൾക്ക് തന്നത് കൊണ്ടാണ്. ആ വാല്യൂ നിങ്ങൾക്ക് ഞാൻ ഉള്ളത് കൊണ്ടാണ്
സംസാരിക്കട്ടെ. എനിക്ക് വാല്യൂ ഉണ്ട് അപ്സര. ഉള്ളത് കൊണ്ടാണ് ആള് പുറത്തു പോകുന്ന ആളാണ്. സംസാരിക്കണം. ഉള്ളത് കൊണ്ടാണ്. പ്ലീസ്. അത് താനല്ലേ പറയാം. ജിൻഡോ ചേട്ടനല്ലേ പറയാം. ഞാൻ അയാളോട് പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പറ്റുള്ളൂ. വെറുതെ ദേഷ്യപ്പെടല്ലേ പ്ലീസ്. ജിൻഡോ ചേട്ടൻ ഞാൻ അയാളോട് കാര്യം പറഞ്ഞോട്ടെ. ഞാൻ സംസാരിച്ചിട്ട് പറയണ പ്ലീസ്. ജിൻഡോ ചേട്ടൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് പറ്റോളാം. കാരണം ഇന്നലെ നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ട് ഇന്നൊരു ഒറ്റ കാര്യത്തിൽ ഇപ്പൊ ഇയാള് വിഷമിച്ചിരിക്കുമ്പോ ഞാൻ വന്ന് അയാളെ അപ്പൊ അയാള് പറയാ ഇന്നലെ ജിൻഡോ എനിക്ക് വിഷമമില്ലേ? ഞാനും മനുഷ്യനാണ്. രതീഷേട്ടനെ പോലെ ഒരു മനുഷ്യനാണ് ഞാനും. അതെങ്ങനെയുണ്ട്? ഒറ്റ രാത്രി ഇന്ന് ഞാൻ ഒരു ഐറ്റം കട്ടിട്ട് കള്ളനായി മാറി. എങ്ങനെ രതീഷേട്ടന് ഈ ഐറ്റം കട്ടിട്ട് കള്ളനായി മാറാൻ പറ്റും? ഇന്നലെ വരെ രതീഷേട്ടൻ നല്ലവനായിരുന്നില്ലേ എന്നുള്ള ചോദ്യം പ്രസക്തിയുണ്ടോ? അപ്സര ഇപ്പൊ സംസാരിച്ച ഇന്ന് ഞാനൊരു സാധനം കട്ട് ഞാൻ കള്ളനായി. അപ്പൊ പറയാ രതീഷേട്ടൻ എങ്ങനെ കള്ളനാവാൻ പറ്റും? രതീഷേട്ടൻ ഇന്നലെ നല്ലവനായി ചോദിച്ചേ. എന്നാര് ചോദിച്ചു? അതേപോലെ ചോദിച്ചു? ഞാൻ പറഞ്ഞതാണ് അപ്സരയോട് എനിക്ക് പേടിയാണ്. കണ്ണ് കണ്ട ഷാർപ്പാണ്. ഞാൻ മലപ്പുറം കളിക്കാൻ വരാതിരുന്നാണ്. 1000 ദിവസം കളിക്കാൻ വന്നാൽ ഞാൻ ഭസ്മമായി പോകുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കളിക്കാൻ വന്നില്ല. പക്ഷെ ഇപ്പൊ ഈ ഇരിപ്പിൽ എനിക്ക് മനസ്സിലായി അപ്സര എനിക്കൊരു ഇരയില്ലാന്ന്. അത് പറഞ്ഞത് തെറ്റാണ്. മനസ്സിലായോ? നിങ്ങൾക്കത് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എണീറ്റ് പോയപ്പോ നിങ്ങൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ഇപ്പൊ എണീറ്റ് പോണേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് എനിക്കൊരു വാല്യൂ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ വാല്യൂ തന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നലെ ഞാൻ എന്റെ സ്പേസിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പോയത്. ആയിക്കോട്ടെ. അല്ല എന്തോ അത് പുറത്ത് അല്ല എന്റെ പുറത്ത് ഇരിക്കുന്നു അവര് പോയിട്ടില്ല. നമ്മൾ തമ്മിലുള്ളൊരു അയ്യോ ഫൈറ്റാണ്. നോറ കഴിഞ്ഞ നോറ ആ സീറ്റിലൊന്ന് പോയിരുന്നേ. ആ സൈഡിൽ ആ സീറ്റിൽ കഴിക്കാതിരിക്കാൻ പറ്റില്ല. കഴിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല ഞാൻ കഴിക്കരുത് എന്നല്ല പറഞ്ഞേ. അവിടെ കൊണ്ടിരുത്തിയിട്ട് ഞാൻ ആകെ പറയാൻ വന്നത് എന്താ എന്റെ അടുത്ത് സന്തോഷമായിട്ട് ചിരിച്ചിട്ട് നീ കൊണ്ടെടുത്ത് കഴിച്ചാൽ മതി എന്നാ പറയാൻ വന്നത്. ആവശ്യമില്ല. ഇത് ഞാൻ കൊടുത്ത ടാസ്കാ. അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ ഇടപെടും. ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ഇത് ബിഗ് ബോസ് ഹൗസ് ആണ്. ഞാൻ ഇടപെടും. ഞാൻ ക്വിറ്റ് ചെയ്തു. ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്ത ആളാണ്. ഞാൻ ഇടപെടും. ഈ ഷോ ഞാൻ ക്വിറ്റ് ചെയ്ത ആളാണ്. എന്ത് പവറ് എന്ത് പവറ് എന്ത് പവറ് എന്ത് പവറ് ബിഗ് ബോസിനോട് പറയണ. ബിഗ് ബോസിനോട് പറയണ. ബിഗ് ബോസിനോട് പറയേ വാതിൽ തുറക്കാൻ പറയണ. വാതിൽ എടാ വാതിൽ തുറക്കാൻ പറയണ. 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 നീ പോവൂല. തിരിച്ചു വരുവാ. നീ പോവൂല. നിന്റെ പൊറോട്ട നാടകം ഇത്. നീ കൺവെൻഷൻ റൂമിൽ പോടാ. കുറ്റിയാണെങ്കിൽ നിനക്ക് കുറ്റിയാണെങ്കിൽ കൺവെൻഷൻ റൂമിൽ പോയി പറയടാ. അല്ല ഇവിടെ അല്ലടാ വന്നിരിക്കാനുള്ള. നടപ്പടിയിലല്ലടാ വന്നിരിക്കാനുള്ള. നടപ്പടിയിലല്ലടാ വന്നിരിക്കാനുള്ള. കൺവെൻഷൻ റൂമിൽ പോകുന്നു. നീ കൺവെൻഷൻ റൂമിൽ പോടാ. ഞാൻ ഇവിടെ വന്നിരിക്കടാ. പൊറോട്ട നാടകോടാ ഇത്. കൂടെ പോയി കഴിഞ്ഞാൽ എന്നെ വീണ്ടും ബിഗ് ബോസ് അതിന്റെ ഉള്ളിൽ കൊണ്ടുവരും. അത് കാരണം ഞാൻ ഇവിടെ ഇരിക്കും. ഈ വഴി കൂടെ ഞാൻ പോവും. ഈ വഴി കൂടെ തന്നെ നീ പോകും. എടാ ബിഗ് ബോസ് പറഞ്ഞാൽ ഞാൻ ഇനിയും തിരിച്ചു വരൂടാ. ബിഗ് ബോസ് പറഞ്ഞ ഇനി ഞാൻ തിരിച്ചു വരൂടാ. അപ്പൊ നിന്റെ നാടകം 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 ഫേക്ക് ഫേക്ക് അട്ടർ ഫേക്ക്. ഞാൻ പറഞ്ഞിട്ട് കളിക്കടാ. ഞാൻ പറഞ്ഞിട്ട് കളിക്കടാ. പറഞ്ഞിട്ടാണ് തെണ്ടിയും കൂടിയാണടാ. തെണ്ടിയും കൂടിയാണടാ. ഞാൻ തെണ്ടിയും കൂടിയാണടാ. അല്ലടാ ഞാൻ ചോണയുണ്ടെങ്കിൽ ഞാൻ വരൂടാ. ഞാനിവിടെ ചോണയുണ്ടായിട്ടാണ് നിൽക്കുന്നത്. ഞാനിവിടെ ചോണയുണ്ടായിട്ടാണ് നിൽക്കുന്നത്. പറഞ്ഞ എവിടെ പോയി? ബിഗ് ബോസ് ബിഗ് ബോസ് തുറക്ക്. ബിഗ് ബോസ് ഞാൻ പെട്ടിട്ട് വെളിയിറങ്ങിയിടാ. അകത്ത് കയറില്ലെന്ന് കേറില്ലല്ലോ. കേറണ്ട. അവിടെ നിൽക്കട്ടെ. എത്ര നേരം നിൽക്കാൻ പറ്റും നോക്കട്ടെ. എത്ര ദിവസം നിൽക്കുന്നൊന്ന് കാണണം. ബിഗ് ബോസ് തീരുമാനിക്കാത്തവിടെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. എന്റെ മൈൻഡ് ചെയ്തിട്ടുണ്ടോ? ഓൾറെഡി ഡിന്നർ ഇല്ല. ഭക്ഷണം 10 മിനിറ്റിലേ കിട്ടുള്ളൂ. എനിക്ക് വേണ്ട ഭക്ഷണം. ഇത് രാത്രി ഒന്ന് ഇങ്ങനെ ഇരിക്കാനുള്ള പരിപാടിയാണ്. ബിഗ് ബോസ് തീരുമാനം പറയട്ടെ.
ശരണ്യ സംസാരിച്ചായിരുന്നു അവിടെ. പവർ ടീം പറഞ്ഞുകൊണ്ട് സംസാരിച്ചു. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ. ബിഗ് ബോസ് കുറച്ച് ചമ്മന്തിയോ അച്ചാറോ കൊണ്ട് വെക്കുകയാണെങ്കിൽ ബിഗ് ബോസ് എന്നെ കൺഫെഷൻ റൂമിൽ അവിടെ പോയി നിലവിളിച്ച് അവനോണ്ട് ഒരു നീ എന്തിനാ എന്തിനു വെളിക്കൊണ്ട് അവന്റെ ഫ്രണ്ട് ഞാൻ വെളിയിലോട്ടേ അവൻ പോകുന്ന എല്ലാവരും കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ആവശ്യത്തിലധികം ഫൈറ്റ് ചെയ്തു. ഇവിടെ ഇനി ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകേണ്ടി വരും. ഇവിടെ ഇനി കുറച്ച് പോസിറ്റിവിറ്റി ഇത്തിരി കുറച്ച് നേരത്തേക്ക് ഈ ഭക്ഷണം കഴിച്ചു കഴിയണവരെ ഇനി ഇവിടെ ആരും അടിക്കരുത്. എന്റെ പ്രശ്നം എന്താ? അയ്യോ, ഞാൻ വിട്ടാൻ പറ്റാത്ത നീ ഹാപ്പിയാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വരാത്തെ. എന്ത് പ്രശ്നം? എന്താ? എനിക്കൊരു പ്രശ്നമില്ല. എന്ത് പറ്റിയ? ഇല്ല ചേട്ടാ, എനിക്കൊരു പ്രശ്നമില്ല. ചേട്ടൻ പോയിക്കോ. എന്ത്? അയ്യോ ഇല്ല, ഒന്നാമത് ഞാൻ ആവശ്യമില്ലാതെ സെൻസിറ്റീവ് ആവുന്ന എനിക്ക് തന്നെ ഇഷ്ടാവുന്നില്ല. അതെന്താന്നറിയോ? നീ വെറുതെ ചുമ്മാ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോ എന്തിനാ നീ അത് പറയേ? അത് സിമ്പിളാക്കി എടുക്ക്. വെറുതെ ഇവിടെ നിന്ന് പറഞ്ഞോണ്ടിരിക്കണം. അയ്യേ, എന്താ പറ്റി? എന്താന്ന് പറഞ്ഞ ഒന്നും കണ്ടില്ല. ഞാൻ അവിടെ ചായ ഇട്ട് കൊടുക്കായിരുന്നു. എന്താ? അയ്യോ, ഒന്നാമത്തെ കാര്യം, ഞാൻ ഇന്നലെ അവിടെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പോയി പണിയെടുത്താണെങ്കിൽ കണ്ടല്ലേ, എന്നിട്ട് ഞാൻ പണിയെടുത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നീ കണ്ടിട്ടുണ്ടോ അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ആരും പണി അമ്മച്ചാണെങ്കിൽ നോക്കിയില്ലേടി. ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയത് നിങ്ങൾക്ക് ഓർമ്മ? എവിടെ വെച്ചിട്ടാ? ഞാൻ, നീ, ഗബ്രി ഇന്നലെ മുറ്റത്തിരുന്നാണോ? ഞാൻ എന്താ ചെയ്ത്? ഞാൻ അത് കണ്ടില്ല. മുറ്റത്തിരിക്കാനല്ലോ. അപ്പൊ ഞാൻ പോയില്ലേ? പോയത് ഞാൻ കണ്ട്. പോയത് എന്തിനായിരുന്നു? ഞാൻ നിങ്ങളോ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ തമാശ പറഞ്ഞ് നീ പോയി. എനിക്ക് സീരിയസ് ആയി ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്തല്ലോ, അതായത് മറ്റേ റോക്കി ചേട്ടൻ ഇവരൊക്കെ പറഞ്ഞ കാര്യം സംസാരിക്കണം എന്നുള്ള രീതി ഞാൻ സീരിയസ് ആയി നിന്ന സമയത്തല്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തത്? പോയത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അവിടെ ടീം വർക്ക് അപ്പൊ വിളിച്ചപ്പോ ഞാൻ എന്ത് ചെയ്ത്, ഫസ്റ്റ് തന്നെ എന്നോട് ആ ടാപ്പിൽ മൊത്തം തുടയ്ക്കാൻ പറഞ്ഞു. ഞാൻ മൊത്തം തുടച്ച്. ഓക്കെ, മൊത്തം തുടച്ച് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് പറഞ്ഞ പണി കഴിഞ്ഞ് പോയിക്കൂടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഇല്ല ഇനി എന്താ ഇവിടെ വർക്ക് ഉണ്ട് അറിയാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്ത് അടുത്ത വർക്ക് എന്താ വെച്ചാൽ അപ്പൊ എന്നോട് പറഞ്ഞു പോലെ പറഞ്ഞു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്ത് അടുത്ത വർക്ക് ചെയ്യാൻ. അത് വെയിറ്റ് ചെയ്തപ്പോ സിജോ ചേട്ടൻ പറഞ്ഞു അവിടെ ഒന്നും ക്ലീൻ ആയില്ലാന്ന്. ഓക്കെ, അവിടെ ഒന്നും ക്ലീൻ ആയില്ല പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്ത് സിജോ ചേട്ടനോട് പറഞ്ഞു ഞാൻ ചെയ്യാൻ. അപ്പൊ അവർക്ക് അറിയാതെ എനിക്ക് പീരീഡ്സ് എന്ന് പറയുന്നത് സിജോ ചേട്ടൻ പറഞ്ഞു, മോനെ നീ ചെയ്യണ്ട പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ചെയ്യാം, ബിക്കോസ് ഇപ്പൊ ഫേവർ ചെയ്ത് പിന്നെ അത് ഇതാണ്. അപ്പൊ ഞാൻ ചെയ്യാം. അപ്പൊ എന്താ പറയും, ഒരു കാര്യം ചെയ്താൽ ഈ മാറ്റൊക്കെ അവിടെ മാറ്റി അവിടെ ഇട്ടാൽ മതിയാണ്. അപ്പൊ ഞാൻ അതെടുത്ത് മാറ്റി അടുത്തിട്ട് അങ്ങനെ ഞാൻ ചെയ്തേ. അപ്പൊ ഞാൻ അവിടെ പണി പിന്നെ എടുത്തില്ലേ. എന്നിട്ട് എനിക്ക് ഇവിടെ വേറെ സീരിയസ് ടോപ്പിക് എനിക്ക് സംസാരിക്കാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്ത് പോയില്ല. അപ്പൊ ഞാൻ അപ്പുറത്ത് സുരേഷ് ഏട്ടനെ സുരേഷ് ഏട്ടൻ ഇപ്പോൾ ഇങ്ങനെ പെറുക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് അത്ര പ്രായമായിട്ടുള്ള ഒരാളല്ലേ, ഓക്കെ, അത്ര പ്രായം. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, സുരേഷ് പറഞ്ഞു ഏട്ടാ ചേട്ടാ പറഞ്ഞു. ഞാൻ സിജോ ചേട്ടൻ അവിടെ പോയിട്ട് എന്ത് ചെയ്ത്, സിജോ ചേട്ടന്റെ ഇങ്ങനെ ചൂലിങ്ങനെ കുത്തിയതാക്കി ഞാൻ എല്ലാ കസേര എടുത്ത് മാറ്റി വെച്ച് ഇങ്ങനെ 3 കാര്യങ്ങൾ ചെയ്തിട്ട് തന്ന വർക്ക് ഞാൻ ചെയ്തോല്ലേ. കേട്ടിട്ട് നിൽക്കാൻ ഒന്ന് കഴിഞ്ഞിട്ട് ഞാൻ പോയോ? പിന്നെ ഞാൻ ചെയ്തോ. ഇത്ര ഞാൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്തേ, ഇപ്പൊ യമുനേച്ചി എന്നോട് ഇവരെല്ലാരും പറയും നാളെ മോർണിംഗ് എനിക്ക് ടാസ്ക് ഉണ്ടാവും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞു രാവിലെ ഉള്ളി അറിയാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ചെന്ന് ഉള്ളിയൊക്കെ അരിഞ്ഞ്. അപ്പൊ എനിക്ക് ഹേർട്ട് ആവുമല്ലേ, അത് ഞാൻ ഇത്രയും ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഓക്കെ. അത് കഴിഞ്ഞ് ഞാൻ കളിച്ച് കഴിഞ്ഞ ശേഷം പക്ഷെ ഞാൻ ചെയ്തിട്ടും ചെയ്തില്ല എന്ന് പറയാം. അതൊക്കെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്ത്, അപ്പൊ എനിക്ക് സുരേഷ് ചേട്ടനോടും യമുന ചേച്ചിനോടും ഇത് സംസാരിച്ച് ക്ലിയർ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ സുരേഷ് ചേട്ടനെ വിളിച്ച് യമുന ചേച്ചിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ടീമിൽ ഉണ്ടായിരുന്ന ചേച്ചിമാരുണ്ടല്ലോ, എന്താ ശരണ്യേച്ചിയും പിന്നെ മറ്റേ ശ്രീ ചേച്ചിയല്ലേ, ശ്രീതു തമിഴ്
അത് ശ്രീതു. ഓക്കെ ശ്രീയും ചേച്ചിയും വന്ന് ഞാൻ എന്ത് ചെയ്ത് അവര് പറഞ്ഞു ഞാൻ ഒന്നിലും ഇൻവോൾവ്. നമ്മുടെ ചോറ് അവിടെ എടുത്ത് വെച്ച് കഴിക്കണം. കഴിച്ചിട്ട് നീ പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ അത് ഞാൻ പറഞ്ഞു ഇനി നിനക്ക് ഫുഡ് കഴിക്കണം, നീ പോയി കഴിച്ചാൽ ഞാൻ കഴിക്കുന്നില്ല, ഞാൻ കഴിക്കൂല. പ്ലീസ് എന്നെ വിട്, വെറുതെ വിട്, പ്ലീസ് എന്നെ വെറുതെ വിട് മാൻ, പ്ലീസ്. എന്തായിക്കോട്ടെ ഞാൻ ഒരു ദിവസം ഫുഡ് കഴിച്ചാൽ ചെയ്യാൻ സത്തോന്നു. എന്റെ മിസ്റ്റേക്കാണ് നോറ. ഒരാൾ അപ്പോളജൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയല്ല റെസ്പോണ്ട് ചെയ്യേണ്ടത്. പ്ലീസ്. നിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് എനിക്ക് മനസ്സിലായില്ല. എന്റെ ഭാഗത്ത് തെറ്റുപറ്റി, ഞാനത് തമാശയുടെ രൂപത്തിൽ ചെയ്തതാ, നിനക്കത് മനസ്സിലായില്ല. ഐ എം സോറി. നീ കരയണേൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാരണം ശ്രീ ചേച്ചിയും ഇവരും എന്നോട് പറഞ്ഞു ഞാൻ ഇതൊക്കെ ചെയ്ത് പറഞ്ഞു ഞാനിതൊന്നും എനിക്കത് അറിയില്ലായിരുന്നു. ഞാൻ ചെയ്യാൻ പോയത് എന്താന്ന് വെച്ചാൽ നോറ അല്ല, ഞാൻ